ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് ചിങ്ങമാസം 23-ാം തീയതി, അതായത് 2016 സെപ്റ്റംബർ മാസം 8-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം അനിഴമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്ന നമ്മുടെ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനപ്പെട്ട കുടമാളൂർ ശർമാജിക്ക് ഞാൻ ദിവസവും ദേവാമൃതം പരിപാടി കാണാറുണ്ട്. ഇത് എൻ്റെ മകന് വേണ്ടിയാണ്. ഇതോടൊപ്പം ഗൃഹനിലയമുണ്ട്. വിദേശത്ത് പോകാൻ ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. എന്തെങ്കിലും തടസ്സമുണ്ടോ? വിദേശത്ത് പോകാൻ യോഗമുണ്ടോ? അതോ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ശരിയാകുമോ? എൻ്റെ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ദയവായി ദേവാമൃതം പരിപാടിയിലൂടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലഗ്നാൽ 12-ൽ ശുക്രൻ, ലഗ്നാൽ 12-ൽ സൂര്യൻ, ലഗ്നാൽ 12-ൽ ചന്ദ്രൻ, ഇപ്രകാരം ഗ്രഹനിലകൾ നിന്നാൽ സാമാന്യേന അന്നരൻ ജന്മരാജ്യം വെടിഞ്ഞിടും. ജന്മരാജ്യം വിട്ടുള്ള വിദ്യാഭ്യാസം, ഉദ്യോഗം, ധനസമ്പാദനം, മറ്റ് ഭൗതിക നേട്ടങ്ങൾ എന്നിവയെല്ലാം വൈദേശികപരമായി ഉണ്ടാകണമെന്ന് ജനറലായിട്ട് സൂചിപ്പിക്കുമ്പോൾ ഈ ജാതകത്തിലും അങ്ങയുടെ മകൻ്റെ ജാതകത്തിലും ലഗ്നാൽ 12-ൽ സൂര്യനും 12-ൽ ശനിയുമാണ് നിൽക്കുന്നത്. കണിശമായിട്ടും വിദേശ സംബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് വ്യക്തമായിട്ടും പറയാം. എന്നാൽ എന്താണ് സാധിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗ്യാധിപന് പാപഗ്രഹ ബന്ധമുള്ളത് കൊണ്ടാണ്. ഏത് കാര്യത്തിനും ഒന്നിലധികം പ്രാവശ്യം മെനക്കെടണം. അതുപോലെ തന്നെ പലതും പൂർത്തിയാവുന്നതിന് മുമ്പ് തടസ്സം വരികയോ വിഘ്നം വരുത്തുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്യുന്ന ഒരു ഗ്രഹനിലയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സമയം പുണർതം ഒടുവിൽ 15 നാഴികയും പൂയ നക്ഷത്രവും ആയില്യവും ചേരുന്ന 2 നക്ഷത്രമടങ്ങുന്ന കർക്കിടക രാശിയിൽപ്പെട്ട രാശിയാണ് മകൻ്റേത്. കർക്കിടക രാശിക്കാർക്ക് 2016 ആഗസ്റ്റ് മാസം 11-ാം തീയതി മുതൽ വ്യാഴഗ്രഹം 2017 ആഗസ്റ്റ് വരെ 3-ാം ഭാവത്തിൽ ഒരു നിസ്സഹായനായി, തടസ്സക്കാരനായി അല്ലെങ്കിൽ നിർഭാഗ്യകരമായി നിൽക്കുന്ന ഒരു വ്യാഴമാണ്. ഈ രാശിക്കാർക്ക് തന്നെ പൊതുവേ ഈ 3-ൽ നിന്ന് 4-ാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്ന കാലം വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് പരിശ്രമിച്ച് ധനം മുടക്കി കാത്തിരിക്കുന്നവർക്ക് 2017 ആഗസ്റ്റ് മാസം തീരും വരെ കാത്തിരിക്കേണ്ടതായി വരും. അതിനുശേഷം വ്യാഴഗ്രഹം 3-ാം ഭാവത്തിൽ നിന്ന് 4-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നതിനാൽ അല്ലെങ്കിൽ പ്രവേശിക്കുന്നതിനാൽ ഈ സമയത്ത് ജനിച്ച രാജ്യം വിട്ട് വിദേശത്തേക്ക് പോകാൻ റെഡിയായിയൊക്കെ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ നേരത്തെ പരിശ്രമിച്ചിരിക്കുന്നവർക്കുമൊക്കെ അതിലുള്ള വിദേശവാസ യോഗം ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകന് 2017 ആഗസ്റ്റ് മുതൽ വിദേശവാസത്തേക്ക് പോകാനുള്ള യോഗമുണ്ട്. ഇപ്പോൾ 3-ൽ വ്യാഴം നിൽക്കുന്ന കാലമാണ്. അതായത് പരിശ്രമിച്ചിട്ട് ഫലം കിട്ടാതെ വരികയോ പരിശ്രമിച്ചിട്ട് നിരാശയുണ്ടാകുകയോ പരിശ്രമത്തിന് വിപരീതമായ ഫലമോ ലഭിക്കേണ്ട ഒരു രാശിയാണ് കർക്കിടക രാശി. ഈ സമയം മുടിഞ്ഞു വാഴും, മാനം കെടുത്തും, മുഖവിളി കൂട്ടും, മരണം കേൾക്കും, മാതൃപിതൃ മാതുല സഹോദരാദികളശവും അച്ഛൻ വഴി, അമ്മ വഴി, അമ്മാവൻ വഴി ദുഃഖമോ മരണവാർത്തയോ വിലകൊള്ളേണ്ടതായ രംഗങ്ങളോ മാനാഭിമാനം പോകുന്ന സംഭവ വികാസങ്ങളോ മറ്റാരെങ്കിലും ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ സ്വമേധയായി ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മേൽ പഴിയാരുകയോ ചെയ്യുന്ന കാലം. ഗൾഫിലേക്കൊക്കെയോ അല്ലെ മറ്റ് വിദേശത്തേക്ക് പോകാനായിട്ട് റെഡിയായിട്ടിരിക്കുന്നവർ വല്ല കേസും വയ്യാവേലിയും ആരോപണവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഈ കാലഘട്ടം, അതായത് 2017 ആഗസ്റ്റ് വരെ കാത്തിരിക്കണം. വളരെയധികം ക്ഷമയോടെ ഇരിക്കണം. കേസ് വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപമാനഭീതനാവാനുള്ള സാധ്യതയുണ്ട്. വീട്ടിലെ അച്ഛനും അമ്മയോടുമൊക്കെ ഒരു ചെറിയ പിണക്കം പോലെ ഉണ്ടാവും. എല്ലാ രംഗത്തും ഒരു ഈശ്വരാധീനക്കുറവ് പോലെ നഗലിക്കുന്ന സമയമാണ്. വീട് സംബന്ധമായിട്ട് മൊത്തം സിറ്റ് ഔട്ട് മുതൽ ലാട്രിൻ വരെ ഒരു 9 റൂമിൻ്റെ കണക്ക് മിസ്റ്റേക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ ചാർട്ട് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും ഈ ഗ്രഹനിലപ്രകാരം കാണുന്നത് ഒരു 9 റൂം സ്വല്പം ചെരിവുള്ള വീടായിട്ടും വസ്തു സമയതരമോ ദീർഘേതരമോ അല്ലാത്ത വസ്തുവും അതുപോലെ തന്നെ കണക്കുകളിൽ മിസ്റ്റേക്ക് ഉള്ളതും ആയിട്ട് കാണുന്നു. കൂടുതലായിട്ട് അതിനെപ്പറ്റി വിവരങ്ങൾ അറിയണമെങ്കിൽ വാസ്തു സംബന്ധമായിട്ടുള്ള സെക്ഷനിലേക്ക് കത്തുകൾ അയക്കേണ്ടതാണ്. ഇത് ജനറലായിട്ട് ഞങ്ങൾ ജ്യോതിഷപരമായിട്ട് ഒരാളുടെ വീടിൻ്റെ ജാതകം ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വീടിൻ്റെ കണക്ക് തെറ്റാണ്. അതുപോലെ മകന് ഈ തടസ്സങ്ങൾ കഴിവതും ആകുന്നതിനും എവിടെയാണോ
ജോലിക്ക് കൊടുത്തിരിക്കുന്ന ആ രാജ്യത്ത് നിന്നോ അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്നോ മാറി പേപ്പർ കൊടുക്കേണ്ടതായി വരും. പേപ്പേഴ്സ് കറണ്ടല്ല, ഏതെങ്കിലും 2-3 പേപ്പർ കറണ്ടാവാനുണ്ട്, അതുകൂടെ ശ്രദ്ധിക്കേണ്ടി വരും. സാഹസികപരമായ കാര്യങ്ങളൊക്കെ ഈ രാശിക്കാർ ചെയ്യുന്നത് അപകടത്തെ ക്ഷണിച്ചു വരുത്തും. മരണവാർത്തയോ മരണക്കുറ്റമോ മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷങ്ങളോ ഉണ്ടാകുവാനുള്ള സാധ്യതയാണ്. അതുപോലെ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് കച്ചേരി കോടതിയൊക്കെ കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വ്യാഴാഴ്ച ഉപവാസമോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം പുഷ്പാർച്ചനകൾ മുതലായ വഴിപാടുകളൊക്കെ നടത്തുക. പിന്നെ തടസ്സങ്ങൾ കഴിവതും മാറുന്നതിന് വേണ്ടി ഗണപതി ഹോമത്തിൽ ചിഹതേനിൽ മുക്കുറ്റി മുക്കി ഉപചാരമന്ത്രങ്ങൾ കൊണ്ട് ഒരു 8 ദിവസം ഹോമവിധികൾ ചെയ്താൽ ഈ തടസ്സം വളരെയധികം മാറ്റം വരികയും വിദേശത്തേക്ക് ജോലി കിട്ടുകയും 2017 ആഗസ്റ്റ് മുതൽ ജോലി പെർമനൻ്റ് ആകുകയും ചെയ്യും. കണക്കുകൾ തെറ്റാൻ ഇടയില്ല, പക്ഷേ പെർമനൻ്റ് ആകണമെങ്കിൽ 14 ജൂലൈ മാസം ആഗസ്റ്റ് മാസം കഴിയേണ്ടി വരും. ഇതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഉപചാരമന്ത്രങ്ങൾ ഗണാനാന്ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീന ഉപവസ്സവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനസ്വന്നൊരുവേ ശീതസാധനം. ഇപ്രകാരമുള്ള ഗണപതിയെ സ്തുതിക്കുന്ന തടസ്സങ്ങൾ മാറ്റുവാനും ആഗ്രഹ സബലീകരണത്തിനോ കറുക ചെറുതേനിൽ മുക്കി 8 ദിവസം പേര് നിക്ഷത്വം ചേർത്ത് ഹോമവിധി നടത്തുക. ഇപ്രകാരം ചെയ്യുമ്പം കണക്കും പ്രകാരം 2017 ആഗസ്റ്റ് മാസം കഴിയുമ്പോഴാണ് വിദേശത്ത് പോകാനുള്ള യോഗം, ജോലി കിട്ടാനുള്ള യോഗം. എങ്കിലും അതിനു മുമ്പ് പോകുവാനും അപ്രൻറ്റീസായിട്ടോ മറ്റേതെങ്കിലും ഫുൾ ശമ്പള വ്യവസ്ഥയല്ലാതെയോ ഒക്കെ ജോലി കിട്ടാനുള്ള ഇടവരും. മുറികൾക്ക് വാസ്തുശാസ്ത്ര സംബന്ധമായിട്ട് വാസ്തുയന്ത്രം 4 കോണിലായിട്ട് സ്ഥാപിക്കുകയും ആധാരശക്തി, മൂലപ്രകൃതി, ആദികൂർമ്മം, അനന്തൻ, പൃഥിവി ഇങ്ങനെ 5 തത്വങ്ങളെ അടങ്ങുന്ന പഞ്ചമുഖങ്ങളുടെ ശിരസ് പൂജിക്കുന്ന പഞ്ചശിരസ് എല്ലാ റൂമുകളുടെയും കട്ടള മുകൾ ഭാഗത്ത് സ്ഥാപിച്ചാൽ വളരെയധികം ദോഷകാഠിന്യം കുറയുന്നതാണ്. വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് വീണ്ടും കത്തയക്കുക. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരം സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം